ആദ്യത്തെ വെൽക്കം ബാക്ക് ടു നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. നീ പറയണ പോലെ നീ സ്റ്റാർട്ട് ചെയ്യ്. എന്ത് ടോപ്പിക് എന്നല്ലേ? ആദ്യം ഞങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേ. ഹലോ, വെൽക്കം ബാക്ക്. എന്റെ ബാക്കിൽ 2 പേരെ കണ്ടില്ലേ? ഇത് എന്റെ ഫ്രണ്ട്സ് ആട്ടാ. ഇത് ഫ്രണ്ടിന്റെ ഫ്രണ്ട് എന്ന് ഞാൻ പറഞ്ഞ വ്യക്തിയാണ്. അങ്ങനത്തെ ഒരു ബന്ധം. അതെ, നാട്ടിൽ നിന്ന് തന്നെ എനിക്ക് പരിചയമുള്ള ഒരാളാണ്. ആൻഡ് അന്നമ്മേന്നാട്ടാണ് ഞാൻ വിളിക്കാൻ പോണത്. അപ്പൊ നിങ്ങൾ എന്നെ സ്വന്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തോ. അയ്യോ, എന്റെ പേര് അന്നമ്മ എന്ന് വിളിക്കുന്നത് ഭയങ്കര എന്റെ ഫ്രണ്ട്സ് ആട്ടോ. ഇത് ഫ്രണ്ടാണ്, നാട്ടിൽ നിന്ന് തന്നെ എനിക്ക് പരിചയമുള്ളതാണ്. അന്നമ്മ എന്നാണ് ഞാൻ വിളിക്കണത്. ആൻഡ് നാട്ടു പേര് അന്നമ്മേന്ന് വിളിക്കും. ഇത് ഫ്രണ്ടിന്റെ ഫ്രണ്ട്, അങ്ങനെ പരിചയപ്പെട്ടതാണ്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയതാണ്. അപ്പൊ അനു എന്നാട്ടോ. അപ്പം ഇനിയുള്ള കുറച്ച് വീഡിയോസിൽ ഇവരും ഉണ്ടാവും. അതെ, ഞങ്ങള് യൂട്യൂബ് ഇടയ്ക്കുവാണ്. ഈശ്വര, കുറച്ച് ദിവസത്തേക്ക് നിങ്ങളൊക്കെ സഹിക്കണം. ഇവരെയും കൂടി എന്നെ സഹിച്ച മടുത്തിരിക്കണേയിരിക്കും. ഇനി ഇവരെയും കൂടി സഹിക്കണം. ഇത് പിന്നെ ഞങ്ങളുടെ ചാക്കുട്ടെ എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത് ഇടണം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഇതിടാം. ഫസ്റ്റ് വീഡിയോ പ്ലാൻ ചെയ്യുന്നത് UK. ഞങ്ങൾ എങ്ങനെ വന്നു, വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്. വന്നിട്ട് ഞങ്ങള് എല്ലാരും വന്നിട്ട് ഏകദേശം ഇപ്പൊ 3 വർഷം 2.5 വർഷം എന്തായാലും കഴിഞ്ഞു. അപ്പൊ ആ ടൈമിൽ എന്തൊക്കെയാ നടന്നത്? കാര്യം എനിക്ക് ലിങ്ക്ഡിനിലൊക്കെ മെസ്സേജ് വരാറുണ്ട്, എങ്ങനെയാണ് വന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ. കുറച്ച് പേർക്ക് ഉപകാരപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ ഇത് കാണാൻ വീഡിയോ. അപ്പം ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ട് എടുക്കണ വീഡിയോ അല്ല. അപ്പൊ ഭയങ്കര അത് നിങ്ങൾ ക്ഷമിക്കണം. അതിന് നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പം ഞാനും സ്റ്റുഡന്റ് വിസയിലാണ് വന്നത്. എനിക്ക് തോന്നുന്നു ഞാനാണ് ഇവിടെ ഏറ്റവും ആദ്യം വന്നത്. ഫസ്റ്റ് ആണ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ. അതെ, ഒരു മാസം കഴിഞ്ഞപ്പോ കഴിഞ്ഞിട്ടാണ് ഓഷ്യ വരുന്നത്. ഞാൻ 2021 സെപ്റ്റംബറിൽ വന്നു. ഞാൻ 2021 നവംബറിൽ. ഞാൻ 22 ഫെബ്രുവരിയിൽ അങ്ങനെയായിരുന്നു. അപ്പൊ ഞങ്ങള് സ്റ്റുഡന്റ് വിസയിൽ വന്നു. പക്ഷെ പല 3 യൂണിവേഴ്സിറ്റിയാണ്, ഡിഫറെന്റ് കോഴ്സസ് ആണ്. ഞാൻ ചെയ്തത് മാസ്റ്റേഴ്സ് ഇൻ ഫാർമസ്യൂട്ടിക്കൽ സയൻസ്. ഞാൻ മാസ്റ്റേഴ്സ് ഇൻ ഇന്റർനാഷണൽ ബിസിനസ് മാനേജ്മെന്റ്. ഞാൻ ഡേറ്റ അനലിറ്റിക്സ്, MBA വിത്ത് ഡേറ്റ അനലിറ്റിക്സ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് 3 പേര് 3 കോഴ്സ്. പിന്നെ ഞങ്ങളുടെ സാക്കു കഴിഞ്ഞ മാസം അത് സോപ്പിംഗ് ആട്ടോ. ഉമ്മ കളിക്കാൻ വിളിച്ചിട്ട് പോയില്ല, അതിന്റെ സോപ്പിംഗ് ആണ്. ഞാൻ വന്നിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. എനിക്ക് ആദ്യമായിട്ട് ഞാൻ വീട് വിട്ട് പുറത്തു പോയി നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. ആരെയും ഒന്നും പരിചയമൊന്നുമില്ല. ലണ്ടനിലായിരുന്നു സ്റ്റേ. യൂണിവേഴ്സിറ്റി കേംബ്രിഡ്ജിലായിരുന്നു. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അല്ല കേട്ടോ, ARUലായിരുന്നു സ്റ്റേ. ലണ്ടനിലായിരുന്നു. അവിടെ ഫസ്റ്റ് ടൈം ഞാൻ വന്ന ടൈമിൽ നല്ല രീതിക്ക് എല്ലാവരും നല്ല രീതിക്ക് തന്നെ സ്ട്രഗിള് അനുഭവിച്ച ആൾക്കാരാണ്. അടിച്ചു പൊളിച്ച് നടക്കാതെ അങ്ങനെയല്ല ഇവിടുത്തെ ലൈഫ്. നമ്മള് ആക്ച്വലി അതായത് ആ ഫോട്ടോസിലേക്ക് വരാൻ വേണ്ടിട്ട് നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്ത് ഇതാക്കി. പിന്നെ നമ്മൾ അനുഭവിക്കുന്നത് അതായത് ഇപ്പൊ ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ ഒക്കെ ഇടുമ്പോഴത്തേനും നല്ല രീതിക്ക് നല്ല രീതിക്ക് ഒരുങ്ങി പോകുന്നു. പക്ഷെ ആ ഒരുങ്ങി പോകും ഞങ്ങൾ ചിലപ്പോ അസ്തയിലോ ലിഡിലോ സാധനം വാങ്ങാനോ അല്ലെങ്കിൽ മലയാളിക്കടയിൽ 10 കിലോ അരി വാങ്ങാനോ ഒക്കെ പോകുന്നു. അല്ലാതെ അടിച്ചു പൊളിച്ച് നടക്കുന്നതല്ല. അതല്ല കാര്യം. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും പൊതുവെ. ഇവിടെ വന്ന എല്ലാവരുടെ അവസ്ഥ അങ്ങനെയൊക്കെ. ഞങ്ങൾ അങ്ങനെയൊക്കെ വന്ന് ഞാൻ ഫസ്റ്റ് ജോലിക്ക്